ഇക്കുറി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ മിക്ക മണ്ഡലങ്ങളിലും BJP അതിശക്തമായ പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുകയാണ്. കേവലം നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നീ 3 നഗരമണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ BJPക്ക് വലിയ സ്വാധീനമൊന്നും ഇല്ല എന്നാണ് അവരുടെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത്. പക്ഷേ വാസ്തവം അങ്ങനെയല്ല. BJP ജയിച്ചാലും തോറ്റാലും തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് സത്യം. തിരുവനന്തപുരം ജില്ലയുടെ വടക്കേ അതിർത്തിയായ വർക്കല മണ്ഡലം നമുക്കൊന്ന് പരിശോധിക്കാം. വർക്കലയിൽ BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്, അതായത് 2016 മുതൽ അവിടെ മത്സരിച്ചു വരുന്നത് BDJS ആണ്. 2016-ലും 21-ലും BDJSന് വേണ്ടി SRM അജിത്താണ് മത്സരിച്ചത്. അജിത്ത് വലിയ രീതിയിൽ വോട്ട് പിടിച്ചിട്ടില്ല. ഏതാണ്ട് 20,000-നും 22,000-നും ഒക്കെ ഇടയ്ക്ക് വോട്ട് പിടിച്ച് SRM അജിത്ത് അവിടെ 3-ാം സ്ഥാനത്ത് തുടരുകയാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം മറ്റൊന്നാണ്. 2019-ൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ വർക്കലയിൽ 40,000-ന് പുറത്ത് വോട്ട് നേടി. അതിശക്തമായ മത്സരമാണ് വർക്കലയിൽ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത്. 2024 എത്തിയപ്പോഴേക്കും 2019-ൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ 3-ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. പക്ഷേ 40,000-ന് പുറത്ത് വോട്ട് അവർക്ക് നേടാൻ കഴിഞ്ഞു. 2024 ആയപ്പോഴത്തേക്കും അത് മാറി മറിഞ്ഞു. വി മുരളീധരനാണ് അവിടെ മത്സരിച്ചത്. വി മുരളീധരൻ അടൂർ പ്രകാശിനെയും വെട്ടി 2-ാം സ്ഥാനത്തേക്ക് കയറി. അവിടെ 1-ാം സ്ഥാനത്തെത്തിയത് ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച്, അതായത് 2016-ലും 21-ലും ജയിച്ച് MLA ആയ അവരുടെ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി കൂടിയായ വി ജോയി ആയിരുന്നു. വി ജോയി അവിടെ 45,000-ൽ പരം വോട്ടുകൾ നേടി. എന്നാൽ വി മുരളീധരൻ 40,000-ന് പുറത്ത് ഏതാണ്ട് 41,000-നടുത്ത് വോട്ട് നേടി 2-ാം സ്ഥാനത്ത് വന്നു. 3-ാം സ്ഥാനത്തായ അടൂർ പ്രകാശ് വി മുരളീധരനേക്കാൾ 1000 വോട്ടിന് പുറകിലാണ്. 39,000 ചില്ലുവാനം വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. ഈ വർക്കലയിലെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ ഒരു BJP അനുകൂല സൂചന ഇതാണ്. മറ്റൊന്ന്, അവിടെ 2015-ൽ മുനിസിപ്പാലിറ്റി, വർക്കല മുനിസിപ്പാലിറ്റി BJP ശക്തമായി മുന്നേറുകയും പ്രധാന പ്രതിപക്ഷമായി തീരുകയും ചെയ്തു. കേവലം 2-3 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് BJPക്ക് വർക്കല മുനിസിപ്പാലിറ്റിയുടെ ഭരണം നഷ്ടപ്പെട്ടത്. അതുതന്നെ നാമമാത്രമായ വോട്ടുകൾക്ക് തോറ്റുപോയതുകൊണ്ടാണ്. BJPക്ക് വർക്കലയിൽ അതിശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയും. പക്ഷേ ഒരു കാര്യം അവിടെ BJP ഓർക്കേണ്ടതുണ്ട്. BJPക്ക് താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വോട്ട് ലഭിക്കുകയുള്ളൂ. അതാണ് വാസ്തവം. BJPയുടെ ആ മുന്നേറാൻ കഴിയുന്ന സീറ്റ് ഘടകകക്ഷിക്ക് അടിയറ വെച്ചപ്പോൾ കുത്തനെ വോട്ട് കുറഞ്ഞ ചരിത്രമാണ് കണ്ടത്. 2016-ലും 2021-ലും BJP സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കണ്ണുമടച്ച് പറയാൻ കഴിയും അവിടെ BJP ജയിക്കും എന്നുള്ളത്. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അതിശക്തമായ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. BJPക്ക് വേണ്ടി CPM-ൽ നിന്ന് മാറി വന്ന മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ഒരു CPM കുടുംബം, അവിടെ MLA ആയിട്ട് പണ്ട് മത്സരിച്ച് തോറ്റുപോയ സുന്ദരേശൻ്റെ മകൾ സ്മിത സുന്ദരേശൻ. ഈ സ്മിത സുന്ദരേശൻ ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സണായിരുന്നു, പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി. അവരാണ് CPM ബന്ധം, പതിറ്റാണ്ടുകളായുള്ള അല്ലെങ്കിൽ ആജന്മ ബന്ധം മുറിച്ച്, പുക്കൽക്കുടി ബന്ധം മുറിച്ച് BJPയിലേക്ക് വന്നത്. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുടെ ധാർമ്മികതയോ അധാർമികതയോ അല്ല ഞാനിവിടെ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് CPM-നുള്ളിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി കടുത്ത അവഗണനയും അപമാനവും അവർ നേരിട്ടു. തൽഫലമായിട്ടാണ് അവർ ആ CPM ബന്ധം ഉപേക്ഷിച്ച് നേരെ ചിരവൈരിയായ BJPയിൽ തന്നെ ചേക്കേറിയത്. കാരണം CPM വിട്ടാൽ പിന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ കരുത്തനായ ഒരു സുഹൃത്ത് വേണം, അല്ലെങ്കിൽ കരുത്തുള്ള ഒരു ലാവണത്തിലേക്ക് വേണം ചെന്ന് കയറാൻ, അല്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ്റെ ഗതി വരുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ആ 51 വെട്ടിന് ആൺ പെൺ ഭേദമില്ലെന്ന് കൂടി നമ്മൾ ഓർക്കണം. എന്തായാലും സ്മിത സുന്ദരേശൻ
BJPയിൽ വന്ന് BJP സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കാൻ BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. BDJSന് കൊടുക്കാൻ വച്ചിരുന്ന സീറ്റാണ് അവസാന നിമിഷം BJP അത് മാറ്റി എടുക്കുകയും സ്വന്തം സ്ഥാനാർത്ഥിയെ അവിടെ സ്വന്തം ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. നിലവിലെ അവിടുത്തെ സാഹചര്യമനുസരിച്ച് വർക്കല കഹാർ UDFന് വേണ്ടി കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കുന്നു. മുൻ MLA ആണ്. 2001 മുതൽ 2011 വരെ തുടർച്ചയായിട്ട് 3 തവണ വർക്കല കഹാർ അവിടുന്ന് ജയിച്ചതാണ്. 2016 അദ്ദേഹം V. ജോയിക്ക് മുന്നിൽ തോറ്റുപോയത്. കരുത്തനായ PK ഗുരുദാസിനെ 2001 മലർത്തിയടിച്ചുകൊണ്ടാണ്, അതായത് 2001 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം, അതുപോലെ തന്നെ OBC, നായർ, അതുപോലെ SC/ST ഈ 4 വിഭാഗങ്ങളിൽ നിന്നുമുള്ള വോട്ട് വളരെ കൃത്യമായി പിടിച്ചെടുത്തുകൊണ്ടാണ് വർക്കല കഹാർ ജയിച്ചു വന്നത്. PK ഗുരുദാസൻ അന്ന് തോറ്റുപോയി. അന്നത്തെ ഒരു LDF വിരുദ്ധ തരംഗം, ഒരു UDF അനുകൂല തരംഗം, ആ തരംഗത്തിൽ കാലിടറി വീണ PK ഗുരുദാസൻ പിന്നീട് വർക്കല ഉപേക്ഷിച്ച് 2006 കൊല്ലത്തേക്ക് മാറി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം വർക്കലയിൽ നിന്ന് ഒളിച്ചോടി. കൊല്ലത്തെത്തി മത്സരിച്ച് അദ്ദേഹം വിജയിച്ചു, പിന്നീട് മന്ത്രിയായി. അതൊക്കെ ശരി തന്നെ. പക്ഷേ 2001 വിജയിച്ച വർക്കല കഹാറിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഹാട്രിക് വിജയം അവിടെ സ്വന്തമായി. ആ ഹാട്രിക് കുതിപ്പിന് തടയിട്ടുകൊണ്ട് 2016 മണ്ഡലം തിരിച്ചു പിടിച്ചത് V. ജോയിയാണ്. ജോയി പാർട്ടി പിന്നീട് പാർട്ടി ജില്ലാ സെക്രട്ടറിയൊക്കെ ആയ ജോയി മണ്ഡലത്തിൽ സുപരിചിതനാണ്. സ്കൂൾ തലം മുതൽ, അതായത് സ്കൂൾ ലീഡറായിട്ട് മത്സരിച്ച് SFIയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു തുടങ്ങിയ ജോയി ഒരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടിരുന്നില്ല. ആ ജോയിക്ക് ആദ്യമായി പരാജയം രുചിക്കേണ്ടി വന്നത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ്. അതും കനത്ത പരാജയമാണ് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ചെറിയ വോട്ടിനാണെങ്കിൽ കൂടി ആ പരാജയം അദ്ദേഹത്തെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്കും പാർട്ടിയെ വല്ലാത്ത പ്രതിരോധത്തിലേക്കും എത്തിച്ചു. കാരണം V. മുരളീധരൻ BJPയുടെ സ്ഥാനാർത്ഥി വലിയ രീതിയിൽ വോട്ട് പിടിക്കുകയും 3 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ടെത്തിക്കുകയും ചെയ്തു. 2014 കേവലം 92,000 വോട്ടുണ്ടായിരുന്ന BJPയാണ് 2019 അത് 2,48,000 ചില്ലുവാനം വോട്ടുകളാക്കി വർദ്ധിപ്പിച്ചത്. അത് BJPയുടെ എക്കാലത്തെയും തീപ്പൊരി നേതാവായ ശോഭാ സുരേന്ദ്രനാണ് ആ മികവ് നേടിയെടുത്തത്. നമുക്കറിയാം, BJPയിൽ ഈ പറയുന്നത് പോലെ നായർ, ഈഴവ, SC/ST വോട്ടുകൾ ഒരുപോലെ പിടിക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും വലിയ സ്വാധീനം ചെലുത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം V. മുരളീധരൻ മത്സരിച്ചപ്പോൾ ചിലരൊക്കെ പറഞ്ഞു V. മുരളീധരൻ ശോഭയ്ക്ക് കിട്ടിയ അത്ര പോലും വോട്ട് കിട്ടില്ല എന്ന്. കാരണം ശോഭാ സുരേന്ദ്രന് ഒരു കരിസ്മയുള്ള ആളാണ്. V. മുരളീധരന് അത്തരം കരിസ്മകളൊന്നുമില്ല എന്നായിരുന്നു തുടക്കത്തിലെ വിലയിരുത്തൽ. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നേറിയപ്പോൾ രാഷ്ട്രീയ എതിരാളികൾക്കും ഒപ്പമുള്ളവർക്കും നിഷ്പക്ഷരായവർക്കുമൊക്കെ ബോധ്യമായി മുരളീധരൻ്റെ കരുത്ത് എന്താണെന്ന്. അദ്ദേഹം വലിയ കുതിപ്പാണ് അവിടെ കാഴ്ചവെച്ചത്. 3 ലക്ഷത്തിന് മുകളിലേക്ക് BJPയുടെ വോട്ടെത്തിക്കാൻ, അതായത് ശോഭാ സുരേന്ദ്രൻ പിടിച്ചതിൽ നിന്നും 50,000-ലേറെ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതൊരു മികച്ച മുന്നേറ്റം തന്നെയായിരുന്നു. ശോഭയ്ക്ക് മാത്രമല്ല, തനിക്കും നായർ, ഈഴവ, SC/ST വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് V. മുരളീധരൻ അന്ന് തെളിയിച്ചു. അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മോശമല്ലാത്ത പ്രകടനം BJP വർക്കലയിൽ കാഴ്ചവെച്ചു. മുനിസിപ്പാലിറ്റിയിൽ വിചാരിച്ചതുപോലെ സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ ചില അടിയൊഴുക്കുകൾ നടന്നതുകൊണ്ടാണ് BJPക്ക് അവിടെ അടി പതറിയത്. പക്ഷേ എങ്കിലും BJPയുടെ കരുത്ത് ഒട്ടും തന്നെ ചോർന്നിട്ടില്ല. BJPയുടെ വോട്ട് ഷെയർ ഒട്ടും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്മിതാ സുന്ദരേശൻ വന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമായി. മത്സരം V. ജോയിയും സ്മിതയും തമ്മിലാണ് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി. ഈ ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് എളുപ്പത്തിൽ ജയിക്കാം എന്ന് കരുതിയ വർക്കല കഹാറിന് പക്ഷേ അവിടെ ഒരു അമളി പറ്റിയിരിക്കുകയാണ്. അദ്ദേഹം വിചാരിച്ചതുപോലെ അല്ല അവിടുത്തെ കാര്യങ്ങൾ. BJPയിലൂടെ സ്മിതാ സുന്ദരേശൻ കടന്നു വന്നതും വർക്കല കഹാർ പരാജയം മണത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ശക്തമായ മത്സരം വർക്കലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഈ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കുകയും ന്യൂനപക്ഷ വോട്ടുകൾ നല്ല രീതിയിൽ സമാഹരിക്കുകയും ചെയ്താൽ
ഒരു പക്ഷേ വർക്കല കഹാറിന് അവിടെ ഒരു ജയസാധ്യത നമുക്ക് കൽപ്പിക്കാം. എന്നാൽ വി ജോയി അത്ര നിസ്സാരക്കാരനല്ല. സ്മിത സുന്ദരേശനും അതുപോലെ തന്നെ ഈ വി ജോയിക്ക് കിട്ടേണ്ട നിരവധി വോട്ടുകൾ സ്മിത സുന്ദരേശൻ പിടിച്ചെടുക്കും എന്ന് തീർച്ചയാണ്. ആ ഒരു പ്രതീക്ഷയും വർക്കല കഹാറിനെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് കൂടിയാണ് വർക്കല കഹാർ ഇത്ര ധൈര്യത്തോടു കൂടി അവിടെ നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം അദ്ദേഹം ഈ ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടിയേനെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ജോയിക്ക് കിട്ടേണ്ട വോട്ടുകൾ ഇവർ പിടിച്ചെടുക്കുകയും സ്മിത സുന്ദരേശൻ പിടിച്ചെടുക്കുകയും ന്യൂനപക്ഷ വോട്ടുകളുടെ ക്രോഡീകരണം അത് വർക്കല കഹാറിന് അനുകൂലമായി വരികയും ചെയ്താൽ അവിടെ ഈ പറഞ്ഞതുപോലെ ജോയിക്ക് ഒരു വലിയ അട്ടിമറി നേരിടേണ്ടി വരും. ഒരു പക്ഷേ ജോയി 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. സ്മിത സുന്ദരേശൻ BJPക്ക് അവിടെ ഒരു 40,000 വോട്ടുകളുടെ ബേസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ നായർ ഈഴവ വോട്ടുകൾ കിട്ടുന്ന ഒരു പാർട്ടി ഒരു പക്ഷേ BJP ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു വർക്കലയിൽ. അവിടെ ഈ കൃത്യമായി ആ വോട്ടുകൾ പിടിച്ചെടുക്കുകയും വി ജോയിക്ക് കിട്ടാനിടയുള്ള സാമുദായിക പാർട്ടി വോട്ടുകൾ അതിലൊരു വലിയ വിള്ളലുണ്ടാക്കി ആ വോട്ട് വ്യക്തിഗതമായി പിടിച്ചെടുക്കാൻ സ്മിത സുന്ദരേശന് കഴിഞ്ഞാൽ ചിത്രം മറ്റൊന്നാകും. ഒപ്പം ഈ ഭരണവിരുദ്ധ വികാരം അത് കോൺഗ്രസിലേക്ക് UDFിലേക്ക് പോകാതെ വർക്കല കഹാറിന് ലഭിക്കാതെ അതും ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്നൊരു സാധ്യത മണ്ഡലത്തിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്മിത സുന്ദരേശന് ആ വോട്ടുകളും കിട്ടാൻ സാധ്യതയുണ്ട്. അത് കാരണം വർക്കല പ്രവചനാതീതമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ചില പത്രങ്ങളും മറ്റും നടത്തിയിരിക്കുന്ന സർവേയിൽ വർക്കലയിൽ മുൻതൂക്കം BJPക്കാണ് നൽകിയിരിക്കുന്നത്. അവർ അത് പുറത്തുവിട്ടിട്ടില്ല. കാരണം BJP ജയിച്ചാൽ വലിയ അപകടമുണ്ട് എന്നാണ് അവരൊക്കെ പറയുന്നത്. എന്താണ് അപകടം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ സർവേ റിസൾട്ട് ഫലം അവർ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ചില സുഹൃത്തുക്കൾ വഴി ഞാൻ അറിഞ്ഞതാണ് ഈ കാര്യം. അതുകൊണ്ട് തന്നെ വർക്കലയിൽ എന്തും സംഭവിക്കാം. അവിടെ ഒരു താമര വിരിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ട. വി ജോയി അട്ടിമറിക്കപ്പെടാം. വർക്കല കഹാറിന് വിചാരിച്ചതുപോലൊരു മുന്നേറ്റം സാധിക്കാതെ വന്നേക്കാം. മറിച്ച് ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ ക്രോഡീകരണവും ഉണ്ടായാൽ അത് കഹാറിന് അനുകൂലമായി മാറുമെന്നും വിലയിരുത്തപ്പെടുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വി ജോയിക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. അതിശക്തമായ മത്സരവും വെല്ലുവിളിയും ആണ് പാർട്ടി CPMും വി ജോയിയും അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കുമെന്ന് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ.